എന്റെ സഹോദരന്മാരെ ചിന്തിക്കണേ. അതല്ലേ വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തിയത്, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി അതിന്റെ പ്രകമ്പനം കൊണ്ടാൽ. ഏതൊരു പ്രകമ്പനമാണിത്, ഏത് പ്രകമ്പനമാണിത്? അല്ലാഹു സുബ്ഹാനഹു വ തആല 2004 ഒരു പ്രകമ്പനം നൽകിയില്ലയോ? ആ പ്രകമ്പനത്തിന്റെ അനന്തരഫലമായി എന്താണ് സംഭവിച്ചത്? സുമാത്ര ദ്വീപിന്റെ തൊട്ട് താഴെ വെച്ച്, 1 മൈൽ താഴെ വെച്ച് ഇന്ത്യൻ പ്ലേറ്റ് ബർമാ പ്ലേറ്റുമായി ഒന്ന് ഉരസിയപ്പോഴേക്ക് ലക്ഷക്കണക്കിന് ആളുകളുടെ മൃതദേഹമാണ് അടിഞ്ഞുകൂടിയതെങ്കിൽ ആലോചിക്കണേ. വിശുദ്ധ ഖുർആൻ അതല്ല എന്റെ പൊന്നു സഹോദരന്മാരെ ഓർമ്മപ്പെടുത്തിയത്, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ, ഭൂമി അതിന്റെ പ്രകമ്പനം കൊണ്ടാൽ, വഖറജത്തിൽ അർളു വസ്ഖാലഹാ, ഭൂമി അതിന്റെ ഭാരങ്ങൾ പുറം തള്ളുകയും ചെയ്താൽ, വഖാലൽ ഇൻസാനു മാലഹാ, മനുഷ്യനും വിളിച്ചു പറയുമെത്രേ, മാലഹാ, എന്താണ് ഭൂമിക്ക് സംഭവിച്ചതെന്ന്. യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ, അന്നേ ദിവസം ഭൂമി അതിന്റെ സംസാരിക്കുന്നതാണ് എന്ന വിശുദ്ധമായ ഖുർആനിക വാക്യം അവതരിപ്പിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, അതദ്റൂന മാ അഖ്ബാറുഹാ, എന്താണ് ഭൂമിയുടെ സംസാരമെന്ന് നിങ്ങൾക്കറിയുമോ? ഖാലു, അവർ പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, അല്ലാഹുവിനും പ്രവാചകനും മാത്രമാണ് ഏറ്റവും കൂടുതൽ അറിയുക. ഫഇന്ന അഖ്ബാറഹാ അൻ തശ്ഹദ അലാ കുല്ലി അബ്ദിൻ വഅമതിൻ, എന്റെ സ്വഹാബികളെ നിങ്ങൾക്കതറിയില്ലെങ്കിൽ അതിന്റെ ഉദ്ദേശം ഇതാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്താണ് ഇതിന്റെ വൃത്താന്തം എന്നറിയുമോ? അൻ തശ്ഹദ അലാ കുല്ലി അബ്ദിൻ വഅമതിൻ, ഈ ഭൂമി നാളെ മനുഷ്യർക്കെതിരെ സാക്ഷി നിൽക്കുന്നതാണ്. അതാണാവട്ടെ, അത് പെണ്ണാവട്ടെ, അവനെ അത് തിന്മ ചെയ്താലും ഭൂമി അതിനെതിരെ നാളെ റബ്ബിന്റെ മുന്നിൽ സാക്ഷി നിൽക്കുന്നതാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് നമ്മെ പഠിപ്പിക്കുമ്പോ ഈ ഒരു ജ്ഞാനത്തിന്റെ തീരത്തേക്ക് നമ്മൾ കടന്നു വരണം. വൈജ്ഞാനിക വിപ്ലവത്തിന്റെ ഈ ലോകത്തിൽ നിന്ന് മാനുഷിക മൂല്യങ്ങളുടെ ഉത്ഥാനതയിലേക്ക് കടന്നു വന്ന് വിശുദ്ധ ഖുർആനെ പഠിക്കാൻ, അതിലൂടെ മാനവ സഞ്ചയത്തിന് പുതിയൊരു ദിശാബോധം പണിയാൻ നാം ശ്രമിക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ച് വായിച്ചപ്പോഴേക്ക് ഇസ്ലാമിലേക്ക് കടന്നു വന്ന പണ്ഡിതന്മാരും ഇസ്ലാമിലേക്ക് കടന്നു വന്ന ചിന്തകന്മാരും ലോകത്തുണ്ടായത്. അതുകൊണ്ട് എന്റെ സഹോദരന്മാരെ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതൊരു സംസ്കാരമാണോ പഠിപ്പിച്ചത്, ആ ഒരു സംസ്കാരത്തിലേക്ക് നാം കടന്നു വരണം.